ലാലേട്ടൻ ഈ പടത്തിൽ അഭിനയിക്കേണ്ടതാണെന്നാണ് ലാലേട്ടൻ ഫാൻസും പറഞ്ഞത്. ഒരു ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പേട്രിയറ്റ് ഉണ്ട്. മമ്മുക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി, രാജീവ് മേനൻ എന്നിങ്ങനെ അടങ്ങുന്ന വലിയൊരു താരനിരയുള്ള സിനിമയാണ് പേട്രിയറ്റ്. മഹേഷ് നാരായൺ ഡയറക്ഷൻ, ആൻഡ് ജോസഫ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് പടം. എനിക്ക് അത്ര പറയാനുള്ളൂ, ഒരു ക്ലാസ് പടം. നിങ്ങൾ മമ്മൂക്ക, ലാലേട്ടൻ എന്ത് പ്രതീക്ഷിക്കുന്നു ആ സംഗതി കിട്ടത്തില്ല. അത് പ്രേക്ഷകരാണല്ലോ ഫാൻസിലാണല്ലോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അത് കിട്ടത്തില്ല. മമ്മൂക്ക, ലാലേട്ടൻ ഇൻട്രോ അതിനകത്താണ്, ഇപ്പം ഇൻട്രോയാ. പിന്നെ അതിനകത്ത് അവരുടെ ക്യാരക്ടറും അങ്ങനെ തന്നെ. അതായത് നിങ്ങൾ പറഞ്ഞ ഇവർ നമ്മൾ ഒന്നിക്കുമ്പോൾ ഉള്ള ഒരു മൾട്ടി സ്റ്റാർ ടീമുകൾ തമ്മിൽ വലിയ മെഗാസ്റ്റാറുകൾ നമ്മൾ ഒന്നിക്കുമ്പോൾ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് വരുന്നുണ്ട്. പക്ഷെ ആ പ്രതീക്ഷകളൊന്നും 1% പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരു കൈയടിക്കാനുള്ള സിനിമയ്ക്കകത്തും ഇല്ല, ഇവർക്കും ഇല്ല. അതുകൊണ്ട് അത് പ്രതീക്ഷ വരുന്നവരോട് നിരാശയായി പോകത്തേ ഉള്ളൂ. അതെനിക്ക് പ്രതീക്ഷ വരുന്നത് ഇത്ര പറയാനുള്ളത്. മഹേഷ് നാരായണ പടം തുടങ്ങുന്നതായിരിക്കും ഇതൊരു മഹേഷ് നാരായണ ചിത്രം നൽകണം. ഒരു മഹേഷ് നാരായണ ചിത്രം എഴുതി കാണിച്ചിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്ന ആരൊക്കെയാ? മമ്മൂക്ക, ലാലേട്ടൻ. മൾട്ടി സ്റ്റാർ പടമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമയിൽ ഇവർ അഭിനയിക്കുമ്പോൾ ഇവർ ഒന്നിക്കുന്ന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ പ്രേക്ഷകരും ഈ ഫാൻസും എന്തായാലും അതിനകത്ത് നല്ലൊരു ഫൈറ്റും നല്ലൊരു ഗുംസും ഒക്കെ വരുന്ന ഒരു പരിപാടിയൊക്കെ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സംഭവം ഒന്നും മഹേഷ് നാരായണൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇത് മഹേഷ് നാരായണ ചിത്രം എന്ന് പറഞ്ഞാൽ ഇറക്കി മഹേഷ് നാരായണന്റെ പേരിൽ ഇറക്കാനാണെങ്കിൽ ഈ ഫഹദ് ഫാസിലും കുഞ്ചാക്കോനും വേറെ ഒന്ന് രണ്ട് ആ സിവിലിയും ടോവിലും അങ്ങനെയുള്ളവരൊക്കെ വെച്ച് എടുത്താൽ പോരാന്നോ? കൃത്യമായി ഇങ്ങനെയുള്ളവരൊക്കെ വെച്ച് എടുത്താൽ പോരാന്നോ? എന്തിന് ഈ മൾട്ടി സ്റ്റാർ മമ്മൂക്ക, ലാലേട്ടനൊക്കെ വെച്ച് വലിയ മെഗാസ്റ്റാറിനൊക്കെ വെച്ച് പടം എടുത്തേ? എന്നിട്ട് അവർക്ക് വേണ്ട കൈയടി കൊടുക്കുന്ന സംഭവം പ്രേക്ഷകർ കൈയടിക്കാൻ പറ്റിയ സാധനം ഇട്ടും കൊടുത്തിട്ടില്ല. അങ്ങനെ മഹേഷ് നാരായണൻ പടം ഇറക്കിയിട്ട് എന്നാ പറയാനെന്നാ? ഒരു ഡയറക്ടറുടെ പേരിൽ പടം ഇറക്കി എത്ര പേര് കാണും? എത്ര വലിയ ഡയറക്ടറുകളും എത്ര ചെറിയ ഡയറക്ടറുകളും നടന്മാരുടെ പേരിലാണ് പടം കാണാൻ വരുന്നത്. പ്രത്യേകിച്ച് മമ്മൂക്ക, ലാലേട്ടൻ ഒന്നിക്കുന്ന പറയുമ്പോൾ ആൾക്കാർ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനകത്ത് 1% പോലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ഡയറക്ടർ നിങ്ങൾ ചെയ്യുന്നത്? എന്ത് പടം നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഇച്ചിരിയൊക്കെ ബുദ്ധിപൂർവ്വം ചിന്തിക്കണ്ടേ? ഇത് പ്രേക്ഷകരും ഫാൻസുകളൊക്കെ കാണുന്നതിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി എന്തെങ്കിലും ഒപ്പിച്ചെന്ന് വെക്കണ്ടേ? ഇതൊരു സാധാ ക്ലാസ് പടം. ഒരു നമുക്ക് ഇന്റർവ്യൂ പറഞ്ഞ ഒരു താരങ്ങളില്ല, ഒരു കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ വേറെ നടന്മാരെ വെച്ചെടുത്താൽ പോരെ. എന്തിനാ ഇങ്ങനെ ഇത്ര വലിയ മൾട്ടി സ്റ്റാർ പടമായിട്ട് ഇറക്കിയേ? പിന്നെ കുറച്ച് മേക്കിങ്ങും പരിപാടിയൊക്കെ കണ്ടത് കൊള്ളാം, ഡയറക്ഷൻ എല്ലാം കൊള്ളാം. പക്ഷെ ഇതിനകത്ത് പ്രേക്ഷകർക്കും ഫാൻസിനും നിരാശ എന്തായാലും ഓക്കെ. എനിക്ക് തോന്നുന്നില്ല ഈ പടം ഓടുന്നു തോന്നില്ല. എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രാവശ്യം കാണാനുള്ള പടമേ ഉള്ളൂ. 3 മണിക്കൂർ പടമുണ്ട്. ഒറ്റ പ്രാവശ്യം കാണാനുള്ള പടമേ ഉള്ളൂ. 3 മണിക്കൂർ പടമുണ്ട്. എന്തായാലും മഹേഷ് നാരായണൻ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഡയറക്ടർമാരെ പറയാൻ ഇത്രേ ഉള്ളൂ. ഞാൻ പ്രേക്ഷകൻ തിരി പറയണം. നിങ്ങൾ മൾട്ടി സ്റ്റാർ പടങ്ങൾ ഇറക്കുമ്പോൾ വലിയ വലിയ നടന്മാരെ വെച്ചെടുക്കുമ്പോൾ വെറും ക്ലാസ് പടം ഒന്നും ഇറക്കിയൊന്നും പ്രേക്ഷകർ സ്വീകരിക്കുന്നില്ല. അവർ സ്വീകരിക്കണം ഈ അവരുടെ നടന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ പെർഫോമൻസ് ചെയ്യാനോ ആക്ഷനോ മാസം എന്തെങ്കിലും കൊടുക്കണം. അത് ഫഹദ് ഫാസിന്റെ ഡയലോഗ് പറഞ്ഞിട്ട് ഇവരെന്ത് ഒന്നിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നൊക്കെ അറിയാമെന്ന് സിദ്ദിഖിന്റെ മോനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ അറിയത്തില്ല. ഫഹദ് ഫാസിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഇവരൊന്നിച്ച് കഴിഞ്ഞാൽ ബും ബ്ലാസ്റ്റിംഗ് ഉണ്ടാകും, പൊട്ടിത്തെറിക്കുന്നു. ആ ഒരു സംഭവം പോലും ആ പറഞ്ഞ ആ ഡയലോഗ് 5 ഡയലോഗ് പറഞ്ഞിട്ട് ആ സംഭവം പോലും സിനിമയ്ക്ക് രണ്ടുപേരും കാണിച്ചു വെച്ചിട്ടില്ല. രണ്ടുപേരും കുഴപ്പമില്ല, രണ്ടുപേർക്ക് അതിനകത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ സംഭവം വന്നിട്ടില്ല. പിന്നീട് അത് മനുഷ്യനെ കാണിച്ച ഓരോ മണ്ടത്തരങ്ങൾ തന്നെ. ഈ ചെറിയൊരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. ചെറിയൊരു ഫൈറ്റ് ആണെങ്കിലും ചില സീൻസ് ആയാലും അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അത് നമുക്ക് ഫ്ലൈറ്റ് കണ്ട് ചാടുന്ന സീനുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുന്ന നമുക്ക് ചാടുമ്പം പരച്ചോട്ടോടെ ചാടുന്നത്. ആ ചാടിയാ പോകുന്നത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണം. അത് കാണിച്ചിട്ടില്ല. ഈ 3 മണിക്കൂർ പടം കാണിച്ചു വെച്ചില്ല. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരുന്നത്? അത് കംപ്ലീറ്റ് തീർത്ത് കാണിക്കണം. പോകുന്നത് എങ്ങോട്ടാണ്, എങ്ങോട്ടാണ് വീഴുന്നതൊക്കെ കാണിക്കണം. അല്ലെ ഇറങ്ങി കുറച്ച് ദൂരം പോകുന്നതിനും കാണിക്കണ്ടേ? ഇന്റർവ്യൂല് പറ്റുന്ന ഒരു സുഖം തോന്നിയില്ല. ഇതൊക്കെ കംപ്ലീറ്റ് ചെറിയൊരു ഫൈറ്റുകൾ, ആ ഫൈറ്റുകളൊന്നും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നില്ല. അതായത് അവിടെ ചെന്ന് നിർത്തിപ്പോ ഞാനത് അതിന്റെ ടെസ്റ്റുകളും കാണാൻ അടുത്ത് ക്ലൈമാക്സിലെല്ലാം വരുമെന്ന് വിചാരിച്ച് അപ്പൊ അത് കട്ട് ചെയ്ത് പോവാ. അങ്ങനെ പടം ചെയ്തിട്ട് എന്നെ എടുക്കുന്ന ഇതിനകത്തൊന്നുമില്ല. ലാലേട്ടന്റെ സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ട ഫാൻസിന് എന്തായാലും മഹേഷ് നാരായണ തെരുവ് പിടിക്കലോ ഒപ്പിച്ചു കൊടുത്തോണ്ട് മഹേഷ് നാരായണൻ. ലാലേട്ടൻ ഈ പടത്തിൽ അഭിനയിക്കേണ്ടതാണ് ലാലേട്ടൻ ഫാൻസും പറയത്തുള്ളൂ. ഒരു പ്രേക്ഷകൻ തിരിഞ്ഞ് ഞാനും പറയത്തുള്ളൂ. പക്ഷെ അതിന്റെ ആവശ്യമില്ലായിരുന്നു. വേറെ വല്ല നടന്മാരെ ചെയ്യിപ്പിച്ചായിരുന്നു. ലാലേട്ടന്റെ ക്ലൈമാക്സിന്റെ ഫൈറ്റ് മാത്രം കൊള്ളാം. അത് ലാലേട്ടനോട് വൃത്തിയായിട്ട് ചെയ്ത് ആ ഫൈറ്റ് കഴിഞ്ഞ ലാലേട്ടന്റെ പരിപാടി കഴിഞ്ഞ് അതുകൊണ്ട് ലാലേട്ടൻ ഫാൻസ് ഒന്നുകൂടെ കളിക്ക് വരും. മഹേഷ് നാരായണൻ നല്ല തെരുവിടി തന്നെ കേൾക്കും. ആ സീൻ കഴിഞ്ഞപ്പോൾ ഉള്ള ലാലേട്ടന്റെ പരിപാടി വിളിച്ചിട്ട് കഴിഞ്ഞ് ലാലേട്ടൻ എന്തിനാ വിളിച്ചു? ഇത്രയും വലിയ സ്റ്റാറിന്റെ ഉള്ള ഒരാൾ, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർക്ക് എന്തിനാ ആ സീൻ വിളിച്ച് ആ പടത്തിനകത്ത് അഭിനയിച്ചത്? ലാലേട്ടൻ ചെയ്യാനുള്ളത്. പിന്നെ നയൻതാരയ്ക്ക് അത് ചെയ്യാനുള്ളതൊന്നും ഇല്ല. നയൻതാരയ്ക്ക് എന്തിനാ തെളിഞ്ഞ് ചുമ്മാ കൊണ്ടിട്ടിരിക്കുക ഡോള് പോലെ. അതിനകത്ത് ചെറിയ നടന്മാരെ വെച്ച് മഹേഷ് നാരായണൻ പടം ഇറക്കിയായിരുന്നു. അത് മഹേഷ് നാരായണൻ ചിത്രം എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതിയായിരുന്നു. പ്രശ്നമില്ലാന്ന്. അപ്പൊ പടം ഓടത്തില്ല, പ്രേക്ഷകർ സ്വീകരിക്കത്തില്ല, ഇത്രയും കളക്ഷൻ കിട്ടത്തില്ല, ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടായിരിക്കുന്നില്ല ആണ്. പക്ഷെ അത് മമ്മൂക്ക, ലാലേട്ടൻ വെച്ച് നിങ്ങൾ കളിക്കേണ്ട കാര്യമില്ല. അവർ വെച്ച് കളിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് അവരുടെ പ്രേക്ഷകർക്കും ഫാൻസിനും വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. അതാണ് ഒരു ബുദ്ധിപൂർവ്വം ഒരു ഡയറക്ടർ ചെയ്യേണ്ടത്. അല്ലെ ഒരു പടം ഇറക്കിയിട്ട് മഹേഷ് നാരായണൻ ചിത്രം എന്ന മാതരം കൊടുത്ത്
കാര്യമില്ല. മഹേഷ് നാരായണൻ പടം എത്ര പേരെ കാണാൻ പറ്റുന്നത്? അതിനകത്ത് അവർ ഒതുക്കിയ നടന്മാരുടെ എന്തെങ്കിലും പരിപാടി ഇല്ല, ഓടത്തില്ല. അത് ആദ്യം പറയുക. ഇതിനെങ്കിലും ഒരു പടം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് പിന്നെ ഒരു വെറൈറ്റി കഥയാണ്, ഇതൊരു നടക്കാത്ത കഥയാണ്, നടക്കാൻ പാടില്ലാത്ത കഥയൊക്കെയാണ് നമുക്ക് പറയേണ്ടത്, സത്യ കാര്യമാണ്. പക്ഷെ ഈ കഥ കുഴപ്പമില്ല, കഥയൊക്കെ രസമുണ്ട്, കാണാനൊക്കെ രസമുണ്ട്, മേക്കിംഗ് എല്ലാം അടിപൊളിയാണ്. പക്ഷെ നമുക്ക് 3 മണിക്കൂർ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു ഇത് കിട്ടുന്നില്ല. ഒരു കൈയടിക്കാനുള്ള സീൻ ആ സിനിമയ്ക്ക് ഒരു 30 സെക്കൻഡ് പോലും വന്നിട്ടില്ല. ഒരു സീൻ പോലും കൈയടിക്കാൻ വന്നിട്ടില്ല. രണ്ടുപേർക്കും കൈയടിയുള്ള സീൻ വന്നിട്ടില്ല. ഒരു അവശനായ ഒരു പടം പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ മമ്മൂക്ക ലാലേട്ടൻ വെച്ച് ഇങ്ങനെ മഹേഷ് ചെയ്യേണ്ട ഒരു കാര്യത്തിലാണ്. കുറച്ച് മേക്കിങ്ങിന്റെ പരിപാടിയും ഗ്രാഫിക്സ് പരിപാടിയൊക്കെ കൊള്ളാം. പിന്നെ ഈ പറയുന്നത്ര ഇന്റർവ്യൂ പറഞ്ഞാൽ എത്ര വലിയ കപ്പലിന്റെ പരിപാടിയും ഫ്ലൈറ്റിന്റെ പരിപാടിയൊക്കെ പറയുന്നുണ്ടായാലും വലിയ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ ചെയ്തായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ഫ്ലൈറ്റ് പരിപാടിയൊന്നും വലിയ ഫീലിംഗ് എനിക്ക് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ഹോളിവുഡ് സ്റ്റൈലിൽ പടങ്ങളോ ഇത് എത്ര എത്തിക്കഴിഞ്ഞാൽ അത് മലയാള സിനിമയുടെ തലവരെ മാറ്റുന്നൊക്കെ പറയാനൊക്കെന്നുള്ള സംഭവം എനിക്ക് ആ സിനിമയെ കണ്ടിട്ട് തോന്നിയിട്ടില്ല. അതിന് മാത്രം സംഭവം ഇല്ല. സിനിമയിൽ സാധാരണ ഒരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ക്ലാസ്സുകളായിട്ട്. പക്ഷെ മമ്മൂക്ക ലാലേട്ടനെ തലവെക്കണ്ടായിരുന്ന എന്റെ അഭിപ്രായം. ഈ പടം കാണാൻ പോകുന്നവർക്ക് നിരാശയാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഫാൻസും ഓഡിയൻസും മമ്മൂക്ക ലാലേട്ടൻ എന്ത് പ്രതീക്ഷിക്കുന്നു അതൊന്നും അതിനകത്ത് കിട്ടത്തില്ല. നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ നിരാശരാകും. അതുകൊണ്ട് സാധാ ഒരു പടം കാണാൻ പോകുന്നതായിട്ട് പോയി കാണുക. ഒരു പ്രാവശ്യം കാണാനുള്ള പടമേ ഉള്ളൂ, 3 മണിക്കൂറുണ്ട് പടം. ഒരു മഹേഷ് നാരായണന്റെ സാധാ ഒരു പടം കാണുന്നവർക്ക് പോയി കണ്ടിട്ട് വരിക. അത്രേ ഉള്ളൂ ഈ പടത്തെ കുറിച്ച് പറയാനുള്ളത്.